ചേട്ടാ ഞാൻ സൗണ്ട് കേട്ടപ്പോഴേ പേടിച്ചു പോയി. എന്ത് സൗണ്ട് കേക്കാവോ? പിന്നെ ഒച്ച അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഇതെങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ ഉണ്ട്. ഇൻസ്റ്റാൾമെന്റാ സംഭവം എങ്ങനെയുണ്ടെന്ന് പറ. സംഭവം അടിപൊളി. ഇൻസ്റ്റാൾമെന്റിനാണോ ഇത്? നോക്ക്. പറഞ്ഞ പോലെ ഇത് പഴയത് സെക്കൻഡ് ഹാൻഡ്. ഇത് എവിടെ നിന്നാ ചുളുവിന് ഒപ്പിച്ചല്ല? പറയട്ടെ. പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം, ഇത് അമ്പളിക്കുട്ടന്റെ വീട്ടിൽ പുതിയ മിക്സി വാങ്ങിച്ചപ്പോ അവിടെ ഇരുന്ന പഴയത് ഇങ്ങോട്ട് തന്നു എന്ന് മാത്രം പറയരുത്. വേറെ എവിടെന്നെങ്കിലും ആണെന്നെങ്കിലും പറയേ. എങ്ങനെ ഒപ്പിച്ച്? ചായ തരാം. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് പറ. ഇപ്പൊ പറഞ്ഞല്ലോ അത് തന്നെ. നാണം മുന്നോടി നാണം. നീ എന്തുദ്ദേശമാണ് നടക്കണത്? വല്ലവന്റെ വീട്ടിൽ എന്തെങ്കിലും ചപ്പും ചവറോ അതെടുത്ത് കളഞ്ഞ് അതിനെ ഉടനെ ഇവിടെ എടുത്ത് സൂക്ഷിക്കാൻ നീ എന്തൊരു ആക്രിക്കാരന്റെ മോളാ? എന്നിട്ടില്ലേ ഇവിടെ ആക്രിയുടെ കോടാണ്. ഞാൻ ചെന്ന് തെണ്ടി മേടിച്ചതൊന്നും അല്ല. അവരുടെ വീട്ടില് പുതിയ മിക്സി മേടിച്ചു. പഴയത് അവർക്ക് ആവശ്യമില്ല. അപ്പൊ ആ കൊച്ചു സ്നേഹത്തോടെ തന്നു, ഞാൻ അത് മേടിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ, സ്നേഹത്തോടെ ആര് എന്ത് തന്നാലും നീ അങ്ങ് സ്വീകരിക്കും അല്ലേ? അവള് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയണം. അത് നിനക്ക് പറയാൻ പറ്റില്ല. അതിനങ്ങനെ ഞാൻ പറയണേ? എനിക്ക് മിക്സിയുടെ ആവശ്യമില്ല, എന്റെ കൈ വേദന എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. എടി അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒരു മിക്സിയൊക്കെ വാങ്ങിച്ചു തരാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. അയ്യോ, പറഞ്ഞ ഉടനെ അങ്ങോട്ട് മേടിക്കും. നിങ്ങൾക്ക് അത്ര നാണക്കേടാണെങ്കിൽ അതിന്റെ പൈസ അങ്ങ് കൊടുത്തോ, പ്രശ്നം തീർന്നല്ലോ. അയ്യോ, ഈ ചവറിന് ഞാൻ പൈസ കൊടുക്കാൻ പോകുന്നു. അതിനേക്കാൾ നല്ല സാധനം ഞാൻ മേടിച്ചു തരാം. കുറച്ചു മുമ്പ് പറഞ്ഞത് ഭയങ്കര രസമാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? ക്ലീറ്റോ. അത് രസം എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല, ഇതിന്റെ സൗണ്ട് അവിടെ ജനറേറ്റർ ഓൺ ചെയ്ത മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം ക്ലീറ്റോ. അതെ, ഇങ്ങനെ മാറ്റി മാറ്റി പറയും. എന്റെ ഇപ്പോഴത്തെ വാക്ക് ഇതാണ്, ഈ സാധനം ഇവിടെ വേണ്ട, ഇതിനടുത്ത് ദൂരെ കളയും. മനസ്സില്ല. മനസ്സിലായി. ഞാൻ എടുത്ത് കളയുള്ള കാര്യം പറഞ്ഞേക്കാം. നിനക്ക് മിക്സി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, എവിടുന്ന് പറഞ്ഞ കേട്ടാ പോക്കറ്റിൽ പൈസ ഇട്ടിട്ട് നടക്കാന്ന്. മേടിക്കണമെങ്കിൽ ഞാൻ തന്നെ പൈസ തരണ്ടേ? ഒരു മിക്സി ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ചു തരാനുള്ള ആംബിയറൊക്കെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് ഈ മിക്സി മതി. നീ ഇത് മാറ്റൂല? ഇല്ല. വാശി കാണിക്കല് തങ്കം. വാശിയല്ല ക്ലീറ്റോ, എനിക്ക് കൈവേദന ഉള്ളതുകൊണ്ട് ദയവായിട്ട് കൊണ്ടു തന്ന മിക്സിയാണ് ഇത്. ഞാൻ മാറ്റൂല, എനിക്ക് ഈ മിക്സി മതി. കാര്യം പറഞ്ഞേക്കാം, ഇത് ഇവിടെ ഇരുന്നാ ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വരും. ഞാൻ സഹിച്ചു. നീ സഹിക്കും. ഞാൻ പുറത്തിറങ്ങി നടക്കണ ഒരു ആണാപറന്നവനാണ്. അമ്മോ, എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മിക്സി എനിക്ക് വേണം. എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ക്ലീറ്റോ ചെയ്യാം. ഇതിനെ എവിടെ വെച്ച് വാഴിക്കാന്ന് വിചാരിക്കരുത് തങ്കം. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ വിധം മാറും. ഉറപ്പാണ്. ഞാൻ പോയി കൈ കഴുകിട്ട് വടി. ചെല്ലിപ്പോ. വാ, ഈ മുഖം കയറ്റി പിടിച്ചിരിക്കാതെ ഒന്ന് സന്തോഷമായിട്ട് വന്നേ എന്റെ പൊന്നു ക്ലീറ്റോ. കഴിച്ചോ. നിന്റെ അല്ലേ ഡാഡി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടാ. ചെറിയ വായിൽ വലിയ വർത്താനമാണ്. ഞാനിപ്പോ അകത്തുനിന്ന് ടോയ്ലറ്റിൽ നിന്നൊക്കെ കൈ കഴുകിയിട്ടാ വന്നേ. പിന്നെ ജംസ് കാണും. ജംസ് പറഞ്ഞാൽ ഞാൻ സഹിച്ചു. നിങ്ങൾ കൊച്ചു കുട്ടികൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടാ. അയ്യോ, ഇത് കണ്ടോ? ഇത് കണ്ടോ തങ്ക? നീ ഇത് കണ്ടോ? വീണോ? വീണ് കുന്തം. മിക്സിയിലടുത്ത സാധനമല്ലേ? മിക്സിയില് ഇത് സാമ്പാറാണ്, ഇതിനകത്ത് അരച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്ട, ഇത് ഈ കറിയുടെ കാര്യമാണ്. അല്ല അതിന്റെ അല്ല. ആ കറി കഴിച്ചു നോക്കിയാലല്ലേ നല്ലതാണോ ചീത്തയാണോ കഴിക്കണ്ട. ഇത് കാണുമ്പോ അറിയാം ഈ സാധനം എന്താണെന്നുള്ളത്. ഇത് വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളില്ലേ? സൂപ്പർ കറി ഡാഡി. അമ്മ ഡാഡി ചുമ്മാ പറയണോ? ഓ, നിനക്കെങ്ങനെ അറിയാം സൂപ്പർ? കഴിച്ചു നോക്കിയില്ലേ? പിന്നെ എടി, ഈ നാക്കിന് രുചിയൊക്കെ വരണേനെ ഒരു പ്രായമുണ്ട്. 10-15 വയസ്സൊക്കെ ആയാലും നാക്കിന് രുചിയൊക്കെ അറിയാൻ പറ്റും. പിന്നല്ലാണ്ട് ഇത് അതെ. ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞില്ല തങ്ക, ഈ മിക്സിയിലിട്ട് അരയ്ക്കാതെ ആ കല്ലിലിട്ട് ഈ തേങ്ങയൊക്കെ ഇട്ട് അരച്ചെടുത്തെങ്കിൽ അതിൽ ആ ധാതു ലവണങ്ങളൊക്കെ ഈ കറിയിൽ അടങ്ങിയ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് 2 കല്ലെടുത്ത് തിന്നു മുറ്റത്തിറങ്ങിട്ട്. അപ്പൊ ധാതു ലവണം കിട്ടും. കൂടുതൽ തമാശ പറയരുത് കേട്ടാ. വളിപ്പടിക്കണതോള് എനിക്ക് വേണ്ട. കഴിക്ക് വേറെ കറി ഉണ്ടല്ലോ. കല്ലിലരച്ച കറിയൊന്നും ഇല്ലല്ലോ. ഇത് കല്ലിലരച്ചതാ. എന്നാ അത് കുറച്ചുകൂടെ എടുക്കും. ഇത് ഇന്നലത്തെ അതാമിത്രേ ഉള്ളൂ. ഓ, അപ്പൊ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ അതുമില്ല. എനിക്ക് വേണ്ട. ഞാൻ കഴിച്ചില്ലേലും ഞാൻ വായി ഭക്ഷിച്ചോളാം. എനിക്ക് വേണ്ട.
ഒരു പാവം. ഇത് കുറെ കഷ്ടമായിട്ട് ക്ലീറ്റോ എന്നെ നിങ്ങൾ അങ്ങ് കൊല്ലുന്ന. മിക്കവാറും അത് ചെയ്യേണ്ടി വരും. സൂപ്പർ അടയമ്മ.